മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിജീവിക്കുന്ന കുഞ്ഞുമുഖങ്ങളിൽ ഒന്നാണ് അവന്തിക. മാതാപിതാക്കളെയും സഹോദരനെയും നഷ്ടപ്പെട്ട അവന്തിക ഇപ്പോൾ അച്ഛൻ്റെ സഹോദരൻ്റെ സംരക്ഷണയിലാണ്. പറളിക്കുന്നിലെ വാടക വീട്ടിലാണ് അവന്തിക ഇപ്പോൾ കഴിയുന്നത്. എല്ലാം തകർന്നുപോയ ആ രാത്രിയിൽ അവന്തിക മാത്രം ശേഷിച്ചു. അച്ഛൻ പ്രശോഭ്, അമ്മ വിജയലക്ഷ്മി, ചേട്ടൻ അശ്വിൻ എന്നിവരെ ഉരുൾ കവർന്നു. അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിൽ അവന്തിക ഇപ്പോൾ ആ കാലം ഓർത്തെടുക്കുകയാണ്. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കല്ലുരുണിയൊക്കെ കളിച്ച് കേട്ടപ്പോൾ ഞാൻ ആരോ ഇങ്ങനെ ഇവിടെ തൊട്ട് അപ്പം തന്നെ വെള്ളം എന്തൊക്കെയോ വന്നിട്ട് ശ്വാസം കിട്ടാണ്ടായി. പിന്നെ എണീറ്റ് നോക്കുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത്. പിന്നെ ഞാൻ കുറേ കരഞ്ഞപ്പോൾ താഴ്ന്ന് 2 ചേട്ടന്മാർ എന്നെ എടുത്ത് വേറെ ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോയിരുത്തി. മുണ്ടക്കൈയിലായിരുന്നു അവന്തികയും കുടുംബവും. ചൂരൽമല സ്കൂൾ റോഡിൽ വീട് പണിയാൻ 5 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം ആ 5 സെന്റ് ഭൂമിയും ഉരുൾപൊട്ടലിൽ ഇല്ലാതായി. ജൂലൈ 30 എന്ന് പറയുമ്പോൾ നല്ല ഉറക്കത്തിലിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മോളത്ത് ചോദിച്ചു, ആരാ മോളാന്ന് ചോദിച്ചു. അപ്പോഴാണ് മോളെന്നെ വിളിക്കണേ. അപ്പാന്ന് അങ്ങോട്ട് വിളിച്ചപ്പോൾ എൻ്റെ എല്ലാ ഇതും പോയി. ഞാൻ വാരി എടുത്ത് മോളെ എടുത്ത് വേഗം കൊണ്ടുപോയി റൂമിൽ കടത്തി പുതപ്പൊക്കെ പുതച്ച്. മോള് ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുത്തിട്ട് വിറക്കിയായിരുന്നു. 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അവന്തികയുടെ ഓർമ്മകളിൽ ആ മുറിവുണ്ട്. അതുണക്കാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒപ്പമുള്ളവർ. ഈ കുടുംബത്തിന് വേണം സുരക്ഷിതവും ശാശ്വതവുമായ ഒരു തണലിടം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.